ഉത്തരവാദിത്വം ഉണ്ടോ നിനക്ക്? ഉത്തരവാദിത്വം എന്തെങ്കിലും ഒരു കാര്യം ചെയ്താ അത് വെറുതെ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി ആവരുത്. അമ്മ എന്താ ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കണോ? ഞാൻ എന്തിനാ ഒളിച്ചു നിൽക്കുന്നത്? അല്ല, ഒരു അനക്കം പോലും കേട്ടില്ല. നോക്കിയപ്പോ ആളിവിടെ നിൽപ്പുണ്ട് താനും. അല്ല, നീ എന്താ ഇവിടെ? ഒരു ചായ തന്നിട്ട് പോയതാ. കടുപ്പവും ഇല്ല, മധുരവും ഇല്ല. ഇങ്ങനെ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജോലി ചെയ്യരുതെന്ന് പറയാൻ വന്നതാ. ചായയുടെ കുറ്റം പറയാൻ വേണ്ടി നീ ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടനായിരുന്നോ? ചില കാര്യങ്ങള് അന്നേരം തന്നെ പറയണം. പിന്നത്തേക്ക് മാറ്റി വെച്ചാലേ അതിന്റെ ചൂട് കുറയും. പിടിക്ക. എനിക്ക് പോയിട്ടെ 100 കൂട്ടം പണിയുണ്ട്. ഗുഡ് മോർണിംഗ് മണിക്കുട്ടി. ഇങ്ങ് വന്ന് ആന്റിക്കൊരു ഉമ്മത. കൊള്ളാം. എന്തിനാ കുറയ്ക്കുന്നത്? കൃഷ്ണ, നീയും കൂടെ അവളോടൊരു ഉമ്മ മേടിച്ചോ? അമ്മ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാതെ. ആന്റി, ഞാനേ ഒരു ഹാപ്പി ന്യൂസ് പറയാനാ വന്നത്. എന്റെ അച്ഛനെ കുറിച്ച്. മോളുടെ അച്ഛനെ കുറിച്ചുള്ള എന്ത് ഹാപ്പി ന്യൂസാ പറയാൻ വന്നത്? ആന്റി, ഇന്നലെ ഉണ്ടല്ലോ ഇന്നലെ രാത്രി എന്റെ അച്ഛൻ അയ്യോ രാധിക, എന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന്? ഇത് എന്ത് പറ്റിയതാ ഇത്? കൃഷ്ണ, വേഗം ഇത്തിരി തുണി കീറി എടുത്തിട്ട് വാ, മുറിവ് കെട്ടണം. കാവ്യ, കെട്ടിക്കൊടുക്ക. അമ്മ, എന്ത് പറ്റിയതാ രാധിക ഇത്? അത് കറിക്കുള്ള പച്ചക്കറി നുറുക്കാൻ തുടങ്ങിയപ്പോ കൈ മുറിഞ്ഞതാ. ശ്രദ്ധിക്കണ്ടേ രാധികയെ? അബദ്ധം തന്നെയാണോ? പച്ചക്കറി അരിയുന്നത് ആ ബോർഡിൽ വെച്ചല്ലേ? മുറിവ് പറ്റിയാൾ ഇവിടെ എങ്ങനെ വന്നു? കത്തിയിരിക്കുന്ന കണ്ടോ? അവിടെ വെജിറ്റബിൾസ് ഇവിടെ. ഇതെങ്ങനെ സംഭവിക്കും? എന്റെ അമ്മേ, അത് വെപ്രാളത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയതാവും. എല്ലാം ഇങ്ങനെ സംശയ ദൃഷ്ടിയോടെ നോക്കിയാൽ എങ്ങനെയാ? സംശയിക്കേണ്ടവരെ സംശയിക്കണം കാവ്യ. പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ഇവിടെ നിന്നാ ചിലപ്പോ അമ്മ നീ തന്നെ നിന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് വരെ പറഞ്ഞുണ്ടാക്കി കളയും. നീ ഇത് മനഃപൂർവ്വം ചെയ്താണോ രാധ? അതെ. ശ്രദ്ധ മാറ്റാനാണെങ്കിൽ വേറെ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു? ഒരു പാത്രം എടുത്ത് താഴെ ഇട്ടാ പോരെ? ഒരു ജഗ്ഗോ ഗ്ലാസോ താഴെ ഇട്ട് പൊട്ടിച്ചാ പോരെ? എനിക്കപ്പ അങ്ങനെയാ തോന്നിയത്. 100% വിശ്വസിക്കുന്നോണ്ട് മാത്രം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാ കാവ്യ ഞങ്ങളെ. വിശ്വാസവഞ്ചന കാണിച്ചെന്ന് തെളിഞ്ഞ ഇപ്പൊ ഞാൻ ഏറ്റവും ഭയക്കുന്നത് മരണത്തെ പോലുമല്ല, കാവ്യയാ. മണിക്കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയില് രാധികയുടെ കൈ മുറിഞ്ഞു. അതിലെന്താ ഇത്ര സംശയമുണ്ടെന്ന് പറയാനുള്ള കാര്യമെന്നാ ഭരത് ചോദിച്ചത്. എന്റെ ബലമായ സംശയം അവള് പറയാൻ വന്നത് തടയാൻ വേണ്ടിയാ രാധിക കൈമുറിച്ചത്. എന്നിട്ട് നിലവിളിക്കുകയും ചെയ്തു. സ്വാഭാവികമായും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി. അയാളെക്കുറിച്ച് എന്തോ ഒരു വിവരം മണിക്കുട്ടിക്ക് പറയാനുണ്ട്. പറയരുത് എന്ന് രാധികയ്ക്ക് നിർബന്ധമുള്ള ഒരു കാര്യം. എന്നാ പിന്നെ നമുക്കത് മണിക്കുട്ടിയെ തന്നെ വിളിച്ച് ചോദിക്കാം. അത് മാത്രമല്ല, വേറൊരു കാര്യം. മോള് പോയി മുത്തശ്ശിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞിട്ട് എടുത്തു തന്നാ പോരെ? ചെല്ലേ മോളെ, പോയി എടുത്തു പോ. മോള് പോയിട്ട് കാര്യം എന്തൊക്കെയാണെങ്കിലും കൃഷ്ണയോട് അവൾക്ക് ചായവും സ്നേഹമൊക്കെ ഉണ്ട്. കൃഷ്ണയ്ക്കും രാധികയ്ക്കും ഇടയിൽ എന്തോ ഒരു ചുറ്റിക്കളി നടക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണം.
അളിയൻ ആള് കൊള്ളാലോ. എന്തായാലും അമ്മ മണിക്കുട്ടിയെ ഒന്ന് വശത്താക്കി. അതിൽ നിന്നും എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉത്തരം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നു.